أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يرمون أزواجهم ولم يكن لهم شهداء إلا أنفسهم فشهادة أحدهم 4 شهادات بالله إنه لمن الصادقين. والخامسة أن لعنة الله عليه إن كان من الكاذبين. ويدرأ عنها العذاب أن تشهد 4 شهادات بالله إنه لمن الكاذبين. والخامسة أن غضب الله عليها إن كان من الصادقين. ولولا فضل الله عليكم ورحمته وأن الله تواب حكيم. إن الذين جاءوا بالإفك عصبة منكم لا تحسبوه شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي تولى كبره منهم له عذاب عظيم. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1140 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായമായ സൂറത്ത് നൂറിൻ്റെ ആമുഖത്തിൻ്റെ 2ാം ഭാഗമാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين يرمون أزواجهم ولم يكن لهم شهداء إلا أنفسهم فشهادة أحدهم 4 شهادات بالله إنه لمن الصادقين. والخامسة أن لعنة الله عليه إن كان من الكاذبين. ويدرأ عنها العذاب أن تشهد 4 شهادات بالله إنه لمن الكاذبين. والخامسة أن غضب الله عليها إن كان من الصادقين. ولولا فضل الله عليكم ورحمته وأن الله تواب حكيم. صدق الله العلي العظيم. സൂറത്ത് നൂറിലെ 6 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്ത് നൂറിന്റെ പഠനം ഇന്നലെ നമ്മൾ ആരംഭിക്കുകയുണ്ടായി. അതിൻ്റെ ആമുഖമാണ്, അതിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്ത് നൂറിൽ 64 ആയത്തുകളാണുള്ളത്. അത് മദീനയിൽ അവതരിച്ചതാണ്. ഈ സൂറത്തിന് ആ പേര് വന്നത് 35-ാമത്തെ ആയത്തിൽ വരുന്ന അന്നൂർ എന്ന വാക്ക്, ആ വാക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ സൂറത്തിന് അന്നൂർ എന്ന പേര് വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട ഏറ്റവും വലിയ ഭൗതിക പ്രതിസന്ധിയായിരുന്നു ഖന്തഖ് യുദ്ധം അഥവാ അൽ അഹ്സാബ് യുദ്ധം. അഹ്സാബ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സംഭവം. 10,000-ലേറെ വരുന്ന ശത്രുക്കള് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട, വിവിധ ഗോത്രങ്ങളിൽപ്പെട്ട ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട്
ഖുറൈശികളാണ് അതിന് നേതൃത്വം നൽകിയിരുന്നത്. മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സത്യവിശ്വാസികളെയും ആക്രമിച്ച് എന്നേക്കുമായിട്ട് തുടച്ചു നീക്കി കളയാമെന്ന പ്രതീക്ഷയിലാണ് അവരെത്തിയിട്ടുണ്ടായിരുന്നത്. വലിയൊരു സൈന്യം. അന്നുവരെ അതുപോലെ ഒരു സൈന്യത്തെ നേരിടേണ്ട അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കും ഉണ്ടായിട്ടില്ല. വലിയ സൈനിക ഒരുക്കങ്ങളുമായിട്ടാണ് അവര് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും വളരെ വലിയ ഭീഷണിയും സങ്കീർണതയും ഒക്കെ നേരിടുന്ന ആ ഘട്ടത്തില് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുത്ത അനുയായിയായി അതിനകം മാറിയിട്ടുണ്ടായിരുന്ന പേർഷ്യക്കാരനായിരുന്ന സൽമാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം നിർദ്ദേശിച്ചത് പ്രകാരമുള്ള ഒരു യുദ്ധതന്ത്രം നടപ്പിലാക്കിക്കൊണ്ട് മദീനയിലെ ശത്രുക്കളെ തടഞ്ഞു നിർത്തുന്ന വിധത്തിലുള്ള വലിയ കിടങ്ങ് കുഴിച്ചുണ്ടാക്കിക്കൊണ്ടാണ് അവരെ തടഞ്ഞു നിർത്തിയത്. കിടങ്ങിനപ്പുറത്ത് ഉപരോധം തീർത്തുകൊണ്ട് അവര് ഒരു മാസത്തോളം അവിടെ കഴിഞ്ഞുകൂടിയതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥ വന്നുപെട്ട് അതിനോടൊപ്പം അള്ളാഹുവിന്റെ സഹായവും ഒത്തുചേർന്നു. ഒരു പൊടിക്കാറ്റും ശക്തമായ പ്രതികൂലമായ കാലാവസ്ഥയും ഒക്കെ വന്നുപെട്ടപ്പോൾ ഈ കിടങ്ങിനപ്പുറത്ത് വന്ന് തമ്പടിച്ചിരുന്ന ശത്രു സൈന്യങ്ങൾക്കൊക്കെ തന്നെ അവരുടെ കയ്യിലുള്ളതിൽ മിക്കതും ഉപേക്ഷിച്ചുകൊണ്ട് പോവേണ്ടി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ അതുപോലെ തന്നെ ഒരു യുദ്ധതന്ത്രമായിട്ട് ഒരു സഹാബി ആയി മാറിയ എന്ന് പറഞ്ഞാൽ ശത്രുപക്ഷത്തു നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആ ഘട്ടത്തിൽ, യുദ്ധത്തിന്റെയും ഉപരോധത്തിന്റെയും ആ ഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ഒരാളുടെ നയപരമായ ചില ചുവടുവെപ്പുകളുടെ ഫലമായിട്ട് ചില തെറ്റിദ്ധാരണകള് ശത്രുക്കൾക്കിടയിൽ പരസ്പരം ഉണ്ടാവുകയും ആ തെറ്റിദ്ധാരണയുടെ ഫലമായി പരസ്പരം ഉള്ള വിശ്വാസം നഷ്ടപ്പെടുന്നവരായി മാറുകയും ഒക്കെ ചെയ്തത് കൊണ്ടാണ് ഒരാളുടെ പോലും ജീവൻ ഹനിക്കാതെ ആ യുദ്ധം അവസാനിക്കുന്നതും മുസ്ലിം പക്ഷത്തിന് ഒരു അത്യുഗ്രൻ വിജയമായി മാറുന്നതും. അതോടെ സത്യനിഷേധികൾക്ക്, മക്കയിലെ മുശ്രിക്കുകൾക്കും കുഫാറുകൾക്കും അവരെ പിന്തുണച്ചുകൊണ്ടിരുന്ന ഗോത്രങ്ങൾക്കും, അതുപോലെ മദീനയില് അവസരം കിട്ടുമ്പോഴൊക്കെ മുസ്ലിങ്ങൾക്ക് എതിരിൽ ചുവടുവെപ്പുകൾ നടത്തിക്കൊണ്ടിരുന്ന മുസ്ലിങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്ന യഹൂദ ഗോത്രങ്ങൾ, അവർക്കും മദീനയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചേർന്നതോടുകൂടി തങ്ങളുടെ അവസരങ്ങള്, അധികാര സാധ്യതകളൊക്കെ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഖസ്റജ് ഗോത്രത്തിലെയും ഔസ് വിഭാഗത്തിലെയും ഒക്കെ ആളുകള് നബിയോടൊപ്പം നിലകൊള്ളുന്നവരായിട്ടാണ് ഉള്ളതെങ്കിലും അവര് അവസരം കിട്ടുമ്പോഴൊക്കെ നബിക്കും ഇസ്ലാമിനും എതിരിൽ പല കരുനീക്കങ്ങളും നടത്തുന്നുണ്ടായിരുന്നു. അവരാണ് മുനാഫിഖുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവർക്കൊക്കെ തന്നെ ഒരു കാര്യം ബോധ്യപ്പെട്ടു: സൈനികമായി, ഭൗതികമായ ഏറ്റുമുട്ടലുകളിലൂടെ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും തറപറ്റിക്കുക സാധ്യമല്ല എന്ന്. അപ്പൊ ഈ അഹ്സാബ് യുദ്ധത്തിന്റെ നടക്കാതെ പോയ ആ യുദ്ധസന്നാഹങ്ങള് കഴിഞ്ഞ് വിജയശ്രീലാളിതരായിട്ട് മടങ്ങുന്ന ഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോടായിട്ട് പറയുന്നത്, ഈ സംഭവത്തിന് ശേഷം ഇനി ഖുറൈശികൾ നിങ്ങൾക്കെതിരിൽ യുദ്ധം ചെയ്യുന്നവരായിട്ട് വരികയില്ല, മറിച്ച് നിങ്ങൾ അവർക്കെതിരെ മുന്നേറ്റം നടത്തുകയാണ് ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത് അക്ഷരം പ്രതി പുലർന്ന ഒരു കാര്യമാണ്. ചരിത്രം നമ്മുടെ മുന്നിൽ സാക്ഷ്യമായിട്ട് നിലകൊള്ളുന്നു. അപ്പോ ബദർ മുതൽ ഖന്തഖ് വരെയുള്ള ഈ കാലം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുയായികളുടെയും കാര്യത്തില് ഏറ്റവും ഏറെ ഭൗതികമായ വെല്ലുവിളികൾ നിറഞ്ഞിരുന്ന ഒരു കാലമാണ്.
സൈനികമായിട്ട് അവരെ തകർത്ത് കളയാനും അവരെ തുരത്തിക്കളയാനും ഒക്കെയുള്ള എല്ലാവിധ ഒരുക്കങ്ങളും നിരന്തരം നടന്നുകൊണ്ടിരുന്ന, അതിനെ നേരിടേണ്ടി വന്ന ഒരു കാലം. എന്നാൽ അഹ്സാബ് യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ ഖന്തഖ് യുദ്ധത്തോടു കൂടി ഇക്കാര്യത്തിൽ ഒരു പ്രത്യക്ഷത്തിൽ തന്നെ ഒരു തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സൈന്യത്തെയും ഇനി സൈനികമായിട്ട് നേരിട്ട് തോൽപ്പിക്കുക എന്നത് ഈ ആളുകൾക്കൊന്നും, അതായത് ഖുറൈശികൾക്കും അവരുടെ സഖ്യകക്ഷികളായ ഗോത്രങ്ങൾക്കും അതുപോലെ മദീനയിലെ മുനാഫിക്കുകൾക്കും ഈ ഇസ്ലാമിന്റെ ശത്രുക്കളെ രഹസ്യമായി സഹായിച്ചുകൊണ്ടിരുന്ന യഹൂദ ഗോത്രങ്ങൾക്കും ഒന്നും തന്നെ ഇനി അത് സാധിക്കുകയില്ല എന്ന ഒരു കാര്യം എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിരുന്നു. അപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മുന്നോട്ടുള്ള പ്രയാണം അതോടെ നിലച്ചു എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. ഇസ്ലാമിനെതിരിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ നടത്തിയിരുന്ന മുന്നോട്ടുള്ള പ്രയാണം അതോടെ നിലച്ചു എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് എതിരിൽ ആക്രമണങ്ങൾ അയച്ചു വിടുകയല്ല, അവര് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പ്രതിരോധിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം പക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇനി പ്രതിരോധം എന്നതിനേക്കാളേറെ മുന്നേറ്റം നടത്തുന്ന, നേരത്തെ അവർക്ക് നഷ്ടപ്പെട്ടിരുന്നതൊക്കെ തിരിച്ചു പിടിക്കുകയും അതുപോലെ ഇസ്ലാമിന്റെ സന്ദേശം ലോകത്തിന്റെ വിശാലമായ ഭൂപ്രദേശങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട മുന്നേറ്റങ്ങൾ നടത്തുക എന്നതുമാണ് മുസ്ലിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്ന ഇനി അങ്ങോട്ട് സ്വീകരിക്കേണ്ട ലക്ഷ്യം, അല്ലെങ്കിൽ നമ്മൾ മുന്നിൽ കാണേണ്ട കാര്യം എന്ന വിധത്തിൽ കാര്യങ്ങൾ മാറുകയാണ്. യഥാർത്ഥത്തിൽ ഈ ബദർ മുതൽ ഖന്തഖ് വരെയുള്ള കാലം മുസ്ലിങ്ങളെ അവരുടെ സംരംഭങ്ങൾ വലിയ വിജയമാക്കി മാറ്റിയത് അവരുടെ സൈനിക ശേഷിയൊന്നും ആയിരുന്നില്ല. വലിയ സൈന്യങ്ങളോട് തന്നെയാണ് അവർ നേരത്തെ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ മുസ്ലിം സമൂഹത്തിന്റെ സാംസ്കാരികമായ ഔന്നത്യവും അവരുടെ വിശ്വാസപരമായ ദാർഢ്യതയും അവർക്കിടയിലുള്ള സ്വരച്ചേർച്ചയും അവർക്കിടയിൽ ഉണ്ടായിരുന്ന പരസ്പരം ജീവൻ നൽകിക്കൊണ്ട് പോലും സംരക്ഷകരാകാൻ സന്നദ്ധതയുള്ള അവരുടെ ആ സമർപ്പണ ബോധവും ഒക്കെ ആണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംരംഭങ്ങളെ, വിശേഷിച്ച് യുദ്ധ മുന്നേറ്റങ്ങളെ ഒക്കെ വലിയ വിജയമാക്കിയിട്ടുള്ളത്. ഒരു കോട്ട പോലെ മുസ്ലിങ്ങൾക്ക് ഒറ്റക്കെട്ടായി നിലകൊള്ളാൻ സാധിച്ചിരുന്നു എന്നതാണ് ഈ വിജയത്തിന്റെ രഹസ്യം. അത് ആയുധശേഷി കൊണ്ടായിരുന്നില്ല, സൈനിക ബലം കൊണ്ടായിരുന്നില്ല, സാമ്പത്തിക ശേഷി കൊണ്ടായിരുന്നില്ല, പിന്തുണ നൽകുന്ന വൻ ശക്തികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതുകൊണ്ടൊന്നും ആയിരുന്നില്ല. ഇതൊന്നും ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ പല ഘട്ടങ്ങളിലും അങ്ങേയറ്റത്തെ കഠിനമായ പട്ടിണി അനുഭവിച്ചിരുന്ന അവസ്ഥയിലായിരുന്നു അപ്പോഴൊക്കെ ഉണ്ടായിരുന്നത്. ബദറിന്റെ കാലത്തും ഉഹദിന്റെ കാലത്തും ഖന്തഖ് വരെയൊക്കെയുള്ള കാലത്ത് സുഭിക്ഷതയുടെ കാലമായിരുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം. വലിയ പട്ടിണിയും പ്രയാസവും ഒക്കെ നേരിട്ടിരുന്ന അവസ്ഥ തന്നെയായിരുന്നു. അവരെ പിന്തുണക്കാൻ ലോകത്തെ വൻശക്തികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ അവർക്ക് ആൾബലം വളരെ കുറവായിരുന്നു. അതുപോലെ ആയുധങ്ങളും വാഹനങ്ങളും ഒന്നും അവർക്ക് പറയത്തക്ക ഉണ്ടായിരുന്നില്ല. ഈ അവസ്ഥയിൽ തന്നെയാണ് മുസ്ലിമീങ്ങൾ ഈ കണ്ട പോരാട്ടങ്ങളിലൊക്കെ തന്നെ വലിയ വിജയം നേടിയതും വലിയ സന്നാഹങ്ങളുമായി വന്ന ശത്രുക്കളെ വിരട്ടി ഓടിക്കാൻ അവർക്ക് സാധിച്ചതും ഒക്കെ തന്നെ. അപ്പോ അതിന്റെ രഹസ്യം ഞാനിവിടെ സൂചിപ്പിച്ച വിധത്തില് മുസ്ലിങ്ങൾ മക്കയിൽ നിന്ന് തുടങ്ങി ഇതിനകം ആർജിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്ന അവരുടെ ധാർമ്മികമായ അടിത്തറയാണ്, സാംസ്കാരികമായ ഔന്നത്യമാണ്, അള്ളാഹുവിന്റെ മാർഗത്തില് ത്യാഗം അനുഭവിക്കാനുള്ള സന്നദ്ധതയാണ്, അതുപോലെ പരസ്പരം എന്തിനും താങ്ങായി നിലകൊള്ളാൻ ഉള്ള അവരുടെ ത്യാഗമനസ്കതയും സന്നദ്ധതയും ഒക്കെയാണ് അതിനേറ്റവും പ്രയോജനകരമായി മാറിയിട്ടുണ്ടായിരുന്നത്. യുദ്ധവിജയത്തിന്റെ അടിസ്ഥാനപരമായ ഫാക്ടർ ഇതായിരുന്നു എന്നത് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ ശക്തികളുമായി തട്ടിച്ചു നോക്കുമ്പോൾ മുസ്ലിമീങ്ങൾ ഒന്നുമായിരുന്നില്ല എന്നതാണ് വസ്തുത.
എന്നിട്ട് പോലും അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചു, വിജയം നേടാൻ സാധിച്ചു. അവര് ആദർശപരമായിട്ട് മുന്നേറ്റം നടത്താനും അവർക്ക് വഴിയൊരുങ്ങി കിട്ടി എന്നതാണ് വസ്തുത. ഇത് ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ പടർത്തിവിട്ട ഒരു കാര്യമാണ്. ഖുറൈശികൾക്ക് നിരാശയാണ്, അവരെ പിന്തുണച്ചുകൊണ്ടിരുന്ന സഖ്യകക്ഷികൾക്ക് നിരാശയാണ്, മദീനയിലെ യഹൂദ ഗോത്രങ്ങൾക്ക് വലിയ ഇച്ഛാഭംഗമാണ്. അതുപോലെ അധികാരം നഷ്ടപ്പെട്ടു, സ്ഥാനവും അവസരവും ഒക്കെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന മദീനയിലെ നബിയോടൊപ്പം ചേർന്ന് എന്നാൽ നബിക്ക് എതിരിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളവും വലിയ നിരാശയും വിഷമവും ഒക്കെ ഉണ്ടാക്കിയ കാര്യമാണ്. ഇതിനാൽ തന്നെ അവര് പുതിയൊരു സ്ട്രാറ്റജിയിലേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് ചരിത്രം വിലയിരുത്തുമ്പോൾ കാണാൻ പറ്റുന്നത്. മുസ്ലിങ്ങളെ സൈനികമായി നേരിട്ട് തകർക്കുക എന്നത് എളുപ്പമല്ല. ഇനി അവരെ നേരിടാൻ അവരിൽ ആഭ്യന്തരമായ ദൗർബല്യം ഉണ്ടാക്കുക മാത്രമേ വഴിയുള്ളൂ എന്നാണ് അവര് തിരിച്ചറിയുന്നത്. മുസ്ലിമീങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വളരെ ഉന്നതമായ ധാർമ്മികത, അവരുടെ സാംസ്കാരികമായ അവരുടെ കെട്ടുറപ്പും ഭദ്രതയും ഒക്കെയുള്ള അവരുടെ സാമൂഹ്യ ഘടന, അവര് പ്രവാചകന് നൽകുന്ന വിധേയത്വവും അതുപോലെ അദ്ദേഹത്തിന് നൽകിക്കൊണ്ടിരുന്ന അനുസരണവും, അതുപോലെ ഇവര് ഓരോരുത്തരും വ്യക്തി ജീവിതത്തിൽ പുലർത്തിയിരുന്ന സത്യസന്ധതയും അതുപോലെ ധാർമ്മികതയും ഒക്കെ, ഇതൊക്കെ അവരുടെ വലിയ കരുത്താണ് എന്ന് ശത്രുക്കൾ ശരിക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ കാര്യങ്ങളിൽ അവരെ ദുർബലരാക്കുകയാണ് ഇനി തങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കണമെങ്കിൽ വേണ്ടത് എന്ന് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഈ ആളുകൾ. അതുകൊണ്ട് അവര് ശ്രദ്ധിച്ചത് മുസ്ലിങ്ങളെ സാംസ്കാരികമായി ധാർമ്മികമായി അവരുടെ വിശ്വാസപരമായി തകർക്കാനും ദുർബലമാക്കാനും ഒക്കെയുള്ള വഴികൾ തേടുക എന്നതും അവരിൽ ആഭ്യന്തര കുഴപ്പം സൃഷ്ടിച്ചു വിടുക എന്നതുമായിരുന്നു അവര് പുതിയൊരു സ്ട്രാറ്റജി ആയിട്ട് നോക്കിക്കണ്ടത് എന്നതാണ് ചരിത്രത്തെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അഹ്സാബ് യുദ്ധത്തിനെ തുടർന്ന് നമ്മൾ കാണുന്ന ചിത്രങ്ങൾ മുഴുവനും അങ്ങനത്തതാണ്. പിന്നീട് അവര് ഇസ്ലാമിന്റെ ശത്രുക്കള് സൈനികമായിട്ടുള്ള വെല്ലുവിളികളുമായിട്ടല്ല രംഗത്ത് വരുന്നത്, മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ആളുകളുടെ ആ സമൂഹത്തില് ആഭ്യന്തരമായ കലഹങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാനും അവരുടെ ധാർമ്മികമായ കെട്ടുറപ്പിൽ വിള്ളലുകള് വീഴ്ത്തിക്കൊണ്ട് അവർക്കിടയിൽ ഛിദ്രതക്ക് തിരികൊളുത്താനും ഒക്കെയാണ് അവര് ആലോചിച്ചു കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവർ നിരന്തരമായി ശ്രമിച്ചു കൊണ്ടിരുന്നത് എന്നത് തുടർ സംഭവങ്ങൾ വിലയിരുത്തിയാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോ നമ്മള് ഈ സൂറത്ത് നൂറിന്റെ യഥാർത്ഥത്തിൽ അതിന്റെ ഉള്ളടക്കവും പശ്ചാത്തലവും ഒക്കെ മനസ്സിലാവണമെങ്കിൽ അഹ്സാബ് യുദ്ധത്തിനെ പരാമർശിക്കുന്ന സൂറത്തുൽ അഹ്സാബിന്റെ പശ്ചാത്തലം കൂടി ഭാഗികമായിട്ടെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴേ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. സൂറത്തുൽ അഹ്സാബിലാണ് എന്ന് പറഞ്ഞാൽ അഹ്സാബ് യുദ്ധത്തിനെ തുടർന്നുള്ള കുറഞ്ഞ കാലത്ത് ഈ ഖന്തഖ് യുദ്ധം ബനൂ മുസ്തലിഖ് ഗോത്രവുമായിട്ട് നടന്ന യുദ്ധത്തിന്റെ മുമ്പായിട്ട് അതിനിടക്കുള്ള ഒരു സമയം, ഈ സമയത്താണ് സൂറത്തുൽ അഹ്സാബിലൂടെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്നത് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് ബിൻത്ത് ജഹ്ഷിനെ വിവാഹം ചെയ്യുന്നത്. സൈനബ് ബിൻത്ത് ജഹ്ഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദത്തുപുത്രനായിരുന്ന, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചേർത്ത് പേര് വിളിക്കപ്പെട്ടിരുന്ന ആളാണ് സെയ്ദ് ബിനുൽ ഹാരിസ. അദ്ദേഹം യഥാർത്ഥത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന്റെ നിർദ്ദേശം ഉണ്ടായിട്ട് ആ വിധത്തിൽ അത് നടപ്പിലാക്കപ്പെടുന്നവരെ സെയ്ദ് ബിനു മുഹമ്മദ് എന്ന പേരിലാണ് സമൂഹത്തിൽ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ എത്തുന്നത് യഥാർത്ഥത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹക്ക് അവരുടെ അമ്മാവൻ അടിമക്കമ്പോളത്തിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്ന ഒരു അടിമ ബാലനെ സമ്മാനമായിട്ട് കൊടുക്കുകയായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തതിനെ തുടർന്ന് ആ ബാലനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്
ഒരു സമ്മാനമായിട്ട് ഖദീജ നൽകുകയാണ്. അവരാണ്, ആ വ്യക്തിയാണ് സെയ്ദ് ബിനുൽ ഹാരിസ. സെയ്ദ് ബിനുൽ ഹാരിസയെ സ്വതന്ത്രനാക്കിക്കൊണ്ട് ദത്തുപുത്രനായി സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ സെയ്ദ് ബിനു മുഹമ്മദ് എന്നാണ് വിളിക്കേണ്ടത് എന്ന വിധത്തിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് കഅബയുടെ പരിസരത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രഖ്യാപനമൊക്കെ നടത്തുന്നുണ്ട്. അന്ന് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദത്തുപുത്രനാണ്, സ്വതന്ത്രനാക്കപ്പെട്ട ആളാണ്. അപ്പോ സെയ്ദ് ബിനുൽ ഹാരിസ അടിമ പശ്ചാത്തലത്തിലുള്ള ഒരാളാണല്ലോ, അല്ലെങ്കിൽ കുറച്ചു കാലമെങ്കിലും അടിമയായിട്ട് കഴിഞ്ഞിരുന്ന ആളാണ്. ഇസ്ലാമിന്റെ സാമൂഹ്യ സമത്വ ബോധവും അല്ലെങ്കിൽ ഈ ഇത്തരം വർഗ വർണ്ണ വ്യത്യാസങ്ങളെ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള നിലപാട് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി സ്വന്തം കുടുംബത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നടപ്പിലാക്കുക എന്ന താല്പര്യത്തിലാണ് സെയ്ദ് ബിനുൽ ഹാരിസിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തമായ പ്രേരണയുടെ അടിസ്ഥാനത്തിൽ ഈ സൈനബ് ബിൻത്ത് ജഹഷിനെ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. യഥാർത്ഥത്തില് സൈനബ് ബിൻത്ത് ജഹഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാവിയുടെ മകളാണ്. എന്ന് പറഞ്ഞാൽ അബൂ താലിബിന്റെ സഹോദരി ഈ ഉമൈമയുടെ മകളാണ് സൈനബ് ബിൻത്ത് ജഹഷ്. അവര് നബിയുടെ കസിനാണ്. നബി കൊച്ചുനാളിൽ തന്നെ അവരെ കാണുന്നുണ്ട്. നബിയുടെ കൺമുന്നിൽ വളർന്ന ഒരു യുവതിയാണ്. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രേരണ പ്രകാരം സെയ്ദ് ബിനുൽ ഹാരിസിന് വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. സൈനബിന് അത് വലിയൊരു തൃപ്തിയൊന്നും ഉണ്ടായിരുന്ന ഒരു സംഗതിയല്ല തുടക്കത്തില്. സൈനബിന്റെ സഹോദരൻ അബ്ദുല്ലാഹിബിന് ജഹഷിനും അതില് വലിയ അസംതൃപ്തിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആ വിവാഹം ഒരു വർഷത്തിലേറെ നീണ്ടു നിന്നില്ല. അവർക്കിടയിൽ സ്വരച്ചേർച്ചയില്ലായ്ക രൂപപ്പെട്ടു വന്നു. ഉന്നത ഖുറൈശി പശ്ചാത്തലത്തിലുള്ള ഉന്നത കുടുംബ പാരമ്പര്യമൊക്കെയുള്ള സൈനബ് ബിൻത്ത് ജഹഷിനെ സംബന്ധിച്ചിടത്തോളം സെയ്ദ് ബിനുൽ ഹാരിസിനെ ഭർത്താവായി കാണുക എന്നത് വലിയ പ്രയാസമായിട്ട് അനുഭവപ്പെടുകയും അവര് ആ ബന്ധം തുടരാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുകയൊക്കെ ചെയ്യണം. പലതവണ ആ പ്രശ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന പല ഇടപെടലുകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ഒരു നിവൃത്തിയില്ലാതെ വന്നൊരു ഘട്ടമായപ്പോ ആ ബന്ധം വേർപെടുത്തുകയാണ് ഉണ്ടാവുന്നത്. അങ്ങനെ സൈനബ് റളിയല്ലാഹു അൻഹ സെയ്ദിൽ നിന്ന് വിവാഹമുക്തയായി മാറി. അതിനെ തുടർന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അത് ഖുർആന്റെ ഭാഗമായിട്ടില്ല. ഈ സൈനബ് ബിൻത്ത് ജഹഷിനെ വിവാഹം ചെയ്യണം എന്നുള്ളത് അള്ളാഹുവിന് അതില് ഒരു പദ്ധതിയുണ്ട്. അത് ദത്തുപുത്രൻ സ്വന്തം പുത്രനെ പോലെയാണ് എന്ന അറബികളുടെ ധാരണ അവസാനിപ്പിക്കലാണ് അതില് ലക്ഷ്യമിട്ടിരുന്ന ഒരു കാര്യം. ദത്തുപുത്രന്മാരെ സ്വന്തം പുത്രനെ എന്നുള്ള നിലക്ക് കാണാൻ പാടില്ല. ദത്തുപുത്രനെ ദത്തുപുത്രനായിട്ടേ കാണാൻ പാടുള്ളൂ. അവര് നിങ്ങളുടെ കുടുംബത്തിലെ അംഗമല്ല, രക്തബന്ധമല്ല. ആ രക്തബന്ധം എന്നുള്ള നിലക്ക്, സ്വന്തം പുത്രൻ എന്നുള്ള നിലക്ക് ചിലരെ ദത്തെടുത്തുകൊണ്ട് കുടുംബത്തിലെ അംഗമായി പ്രഖ്യാപിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു സമ്പ്രദായം അറബികൾക്കിടയിൽ നിലനിന്ന് പോന്നിരുന്നതാണ് അതുവരെയും. അപ്പൊ അത് അവസാനിപ്പിക്കണം എന്ന സ്വന്തം പുത്രന്റെ ഭാര്യയെ അവരെ വിവാഹമോചിതയായാൽ പോലും അവരെ വിവാഹം ചെയ്യാൻ ഒരാൾക്ക് പാടില്ലല്ലോ. മകന്റെ ഭാര്യ ആയിരുന്ന ഒരു സ്ത്രീയെ മകൻ വിവാഹമോചനം ചെയ്താൽ പോലും അവള് വിവാഹം ചെയ്യാൻ പറ്റുന്ന ഒരു ബന്ധമല്ല യഥാർത്ഥത്തില് ഒരാളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ദത്തുപുത്രന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ദത്തുപുത്രന്റെ ഭാര്യയെ അയാള് വിവാഹമോചനം ചെയ്തു കഴിഞ്ഞാൽ ഏത് സ്ത്രീയെയും പോലെ ഈ ഒരാൾക്ക് സ്വന്തം ദത്തുപുത്രന്റെ ഭാര്യയായിരുന്നെങ്കിൽ പോലും വിവാഹം ചെയ്യുന്നതിന് അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥയിൽ തടസ്സമൊന്നുമില്ല. ഈ കാര്യം ജനങ്ങളെ പഠിപ്പിക്കുക കൂടി വേണ്ടതുണ്ട് എന്നതാണ് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഈ നിർദ്ദേശം നൽകുന്നത്. ഈ സെയ്ദ് വിവാഹമോചനം ചെയ്ത
സൈനബ് ബിൻത് ജഹ്ഷിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യണം എന്നതായിരുന്നു നിർദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഇത് മനപ്രയാസം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ദത്തുപുത്രന്റെ ഭാര്യയെ വിവാഹം ചെയ്യുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ ആക്ഷേപം ഉണ്ടാകാൻ കാരണമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെടുന്നുണ്ടായിരുന്നു. ഈ കാര്യം അള്ളാഹു ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്പം കടുപ്പമുള്ള ഭാഷയിൽ ആക്ഷേപിച്ചുകൊണ്ട്, നബിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സൈനബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹം ചെയ്തു തരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു വിവാഹം ചെയ്തു കൊടുത്തതായിട്ടാണ് സൂറത്തുൽ അഹ്സാബിൽ നമ്മൾ കാണുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുന്ന ഒരു രീതിയിൽ നിക്കാഹിന്റെ ആ പ്രക്രിയയിലൂടെയല്ല, അള്ളാഹു നിക്കാഹ് ചെയ്തു തന്നിരിക്കുന്നു എന്ന് ഖുർആനിലൂടെ പ്രഖ്യാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് സൈനബ് ബിൻത് ജഹ്ഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൈമനസ്യമൊക്കെ ഉണ്ടായിരിക്കെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പന എന്നുള്ള നിലക്ക് നടപ്പാക്കപ്പെട്ടുകൊണ്ട് സൈനബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായി മാറുന്നത്. ഇത് പക്ഷേ നല്ലൊരു അവസരമായിട്ടാണ് മദീനയിലെ മുനാഫിക്കുകളും യഹൂദന്മാരും അതുപോലെ പരിസരത്തുള്ളവരും ഒക്കെ കണ്ടത്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരിൽ ഭയങ്കര ആരോപണങ്ങൾ എടുത്തെറിയുകയാണ്. അവർ പറഞ്ഞു പരത്തിയ കാര്യം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ വല്ലാതെ മലിനമാക്കുന്ന അല്ലെങ്കിൽ ചളിവാരി എറിയുന്ന വിധത്തിലുള്ള ഒരു ആരോപണമായിരുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബില് അനുരക്തനായിരുന്നു. ആ ബന്ധം അവര് തമ്മിൽ വല്ലാത്ത അടുപ്പം ഉണ്ടായി വന്നത് ആണ് സെയ്ദുമായുള്ള വിവാഹം പരാജയമായി മാറാൻ കാരണമായത്. അങ്ങനെ സെയ്ദ് സൈനബിനെ വിവാഹമോചനം ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണമാണ് ശത്രുക്കള്, മുനാഫിക്കുകൾ വിശേഷിച്ച് വളരെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുകയുണ്ടായത്. ഇത് മദീനയിൽ വലിയ കോളിളക്കം ഉണ്ടാക്കുന്നുണ്ട്, വലിയ അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ ചളിവാരി എറിയുന്ന ഒരു സംഗതിയാണ് ഇതിലൂടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. മുനാഫിക്കുകളും ഇസ്ലാമിന്റെ ഇതര ശത്രുക്കളും ഒക്കെ തന്നെ ഇസ്ലാമിക സമൂഹത്തില് ആഭ്യന്തരമായ ഛിദ്രതയും കലഹവും അതുപോലെ അധാർമികതയും ഒക്കെ പടർത്തിവിടുന്നതിന് വേണ്ടി നടത്തിയ ഒരു പ്രചാരണമാണ് ഈ കാര്യം എന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് അഹ്സാബ് യുദ്ധത്തെ തുടർന്നുള്ള ഇസ്ലാമിക സമൂഹത്തില് വലിയ ഛിദ്രത ഉണ്ടാക്കാനുള്ള ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയായിട്ടാണ് ഈ ഇസ്ലാമിന്റെ ശത്രുക്കള് വിശേഷിച്ച് മുനാഫിക്കുകള് മുൻകൈ എടുത്തുകൊണ്ട് ഇത് നടത്തുന്നത്. ഇത് മുസ്ലിം സമൂഹത്തിൽ വലിയ വളരെ ആഴത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കി എന്ന് പറയേണ്ടതില്ലല്ലോ. കാരണം ആഭ്യന്തരമായിട്ട് എപ്പോഴും ഒരു സമൂഹത്തെ തകർക്കാനും ദുർബലമാക്കാനും ഒക്കെ എളുപ്പമുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തുക എന്നത്, അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആളുകളുടെ മനസ്സിൽ സംശയം സൃഷ്ടിച്ചു വിടുക എന്നത് അത്തരത്തിലുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോ ഇത് എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കി എന്നത് മനസ്സിലാക്കാൻ നമ്മുടെ പല തഫ്സീറുകളും വായിച്ചാൽ തന്നെ മനസ്സിലാവും. പല മുഫസ്സിറുകൾ പോലും ഈ വിധത്തിലുള്ള സ്വാധീനത്തിൽ അകപ്പെട്ടുകൊണ്ടുള്ള ചില നിരീക്ഷണങ്ങള് ഈ സമൂഹത്തില് പ്രചാരത്തിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ അവരെ കൂടി സ്വാധീനിക്കുന്ന വിധത്തില് അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടായി എന്നത് മനസ്സിലാക്കാൻ കഴിയുന്ന ചില നിരീക്ഷണങ്ങളൊക്കെ കാണാൻ കഴിയും. ഏതായാലും ഇതില് എരിവും പൊളിവും ഒക്കെ ചേർത്തുകൊണ്ട് വലിയ പ്രചാരണമാണ് ഓറിയന്റലിസ്റ്റ് നിരീക്ഷകര് അല്ലെങ്കിൽ ഇസ്ലാമിനെ പഠിക്കാൻ ശ്രമിച്ച ഓറിയന്റലിസ്റ്റുകള് നടത്തുകയുണ്ടായത് പിൽക്കാലത്ത്. അവരത് ഏറ്റെടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരിലുള്ള വലിയ ദുരാരോപണങ്ങളാക്കി വളർത്തിയെടുക്കുകയും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ അത് വലിയ വിധത്തിൽ കാരണമാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിൽക്കാലത്ത്. എന്തായാലും ദീർഘകാലം സ്വാധീനം ചെലുത്തിയ വളരെ കടുത്ത ഒരു ആക്രമണമാണ് യഥാർത്ഥത്തില് മുനാഫിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം
സ്വന്തം ഗോത്രത്തിൽ തന്നെ പെട്ട സ്വന്തം അമ്മാവിയുടെ മകളായ സൈനബിനെ സെയ്ദിന് വിവാഹം ചെയ്തു കൊടുക്കുന്നതിന് മുമ്പ് അവര് ഒരു കന്യകയായിരിക്കെ തന്നെ വിവാഹം ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നതാണ്. യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൺമുന്നിൽ വളർന്നു വന്ന ഒരു യുവതിയായ ആളാണ് സൈനബ് ബിൻത് ജഹ്ഷ്. ഏതെങ്കിലും നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരുടെ കാര്യത്തിൽ വിവാഹ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് നടപ്പിലാക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. സെയ്ദിന് വിവാഹം ചെയ്തു കൊടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. സെയ്ദിന് വിവാഹം ചെയ്തു കൊടുക്കുന്നതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയത് ഇസ്ലാമിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരായ ആളുകളും അതുപോലെ കുലീന കുടുംബങ്ങളിലുള്ളവരും ഒക്കെ തന്നെ ഇസ്ലാമിന്റെ വീക്ഷണത്തില് ഏകോദര സഹോദരന്മാരുടെ പോലെയുള്ള തുല്യതയുള്ള അവസ്ഥയിലാണ് എന്ന സന്ദേശം പഠിപ്പിക്കുന്നതിനും അത് സ്വന്തം കുടുംബത്തിലൂടെ സ്വന്തം ഗോത്രത്തിലൂടെ തന്നെ നടപ്പിലാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ചുവടുവെപ്പായിട്ടാണ് ആ കാര്യമുണ്ടായത് എന്നതും നമുക്ക് കാണാൻ കഴിയും. അപ്പോ നബിയുടെ കൺമുന്നിൽ വളർന്ന ഈ സൈനബ് റളിയല്ലാഹു അൻഹയെ നബിക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു വിവാഹം നടക്കുന്നതിന് മുമ്പ് തന്നെ സ്വന്തമാക്കാമായിരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും അടുത്ത ബന്ധമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരുമായി ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ ദൂതനായി അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസിയായി ജീവിക്കുന്ന ഒരാള് എന്നുള്ള നിലക്ക് നബിയുടെ അത്തരം ഒരു ആഗ്രഹം പ്രകടിപ്പിക്കപ്പെടുകയാണെങ്കിൽ അവരാരും അതിന് തടസ്സം നിൽക്കുകയും ചെയ്യുമായിരുന്നില്ല എന്നതാണ് വസ്തുത. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തപ്പെടുന്ന മുഴുവൻ പ്രചാരണങ്ങളും അടിസ്ഥാനരഹിതമായതും നബിയെ താറടിച്ച് കാണിക്കാൻ വേണ്ടി അവര് കെട്ടിയുണ്ടാക്കിയതുമാണ് എന്നതാണ് വസ്തുത. അപ്പോ അഹ്സാബ് യുദ്ധത്തെ തുടർന്ന് ഇസ്ലാമിക സമൂഹത്തിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടി മുനാഫിക്കുകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് നടപ്പിലാക്കിയ ഒരു വലിയ സംഗതിയാണ് ഈ സൈനബ് ബിൻത് ജഹ്ഷിനെ വിവാഹം ചെയ്തത് സംബന്ധമായിട്ട് നാട്ടില് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോ ഇതാണ് ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തത് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ചർച്ചയിൽ കൊണ്ടുവരാം. ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.